കഴിഞ്ഞ 38 വർഷമായി ഡയറി എഴുത്തിൽ സജീവമാണ് പെരിഞ്ഞനം സ്വദേശിയും വ്യാപാരിയുമായ ഏറാട്ട് ഉത്തമൻ. അതും വെറും ഡയറി എഴുത്തല്ല. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പുറമെ ഒരു ദിവസത്തെ മുഴുവൻ സംഭവങ്ങളും ആ ഡയറിയിൽ സ്ഥാനം പിടിക്കും. 1986 മുതലാണ് ഞാൻ ഡയറിയൊക്കെ എഴുതി തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് പിന്നീട് ഓർമ്മിക്കാനൊരു അവസരമില്ലാത്ത ഇത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഡയറിയിലൂടെ അത് തിരിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ 89 മുതൽ ഞാൻ എൻ്റെ സ്വകാര്യമായ കാര്യങ്ങൾ എഴുതി തുടങ്ങുകയും പിന്നീട് നമ്മൾ സമൂഹവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ആ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഡയറിൽ ഉൾക്കൊള്ളിക്കാറുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പുറം ലോകമായിട്ടുള്ള കാര്യങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും വരുമ്പോൾ അതും ഞാൻ എൻ്റെ ഡയറിൽ പ്രത്യേക കോളങ്ങൾ തന്നെ കൊടുത്ത് എഴുതാറുണ്ട്. ഇവിടെയും തീർന്നില്ല ഈ 53കാരൻ്റെ ഹോബികൾ. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത പഴയ നാണയങ്ങൾ, പ്രധാന സംഭവങ്ങളുടെ വിവിധ പത്രക്കട്ടിങ്ങുകൾ, പങ്കെടുത്ത വിവാഹങ്ങളുടെ 600-ലധികം താങ്ക്സ് കാർഡുകൾ, മൺമറഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ, പഴയകാലത്തെ പാസ്പോർട്ടുകൾ, ലോകരാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ തുടങ്ങി പഴമയും പുതുമയും ഇഴചേർന്ന ദൃശ്യാനുഭവം ഉത്തമൻ്റെ വീട്ടകത്തെ വേറിട്ടതാക്കുന്നു. പിന്നീട് കളക്ഷൻസാണ്. ചെറുപ്പത്തിൽ നമുക്കെല്ലാവരും ഉള്ള മാതിരി തന്നെ സ്റ്റാമ്പ് കളക്ഷൻ, കോയിൻ കളക്ഷൻ എന്നിവയൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ പത്രങ്ങളിൽ വരുന്ന പ്രധാന നോട്ട്സുകളൊക്കെ എടുത്തു വയ്ക്കുക, അതൊരു ബുക്ക് രൂപത്തിലാക്കുക, അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ സുഹൃത്തുക്കളൊക്കെ നിന്നും കോയിനൊക്കെ കളക്ട് ചെയ്യും, നോട്ടുകൾ കളക്ട് ചെയ്യും. പിന്നെ എൻ്റെ കയ്യിൽ വരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഒന്നും ഞാനങ്ങനെ പുറത്ത് കളയാറില്ല, സൂക്ഷിച്ച് വയ്ക്കാറുണ്ട്. പിന്നെ ബുക്ക് കളക്ഷൻസ്. ഇന്നിപ്പോൾ ഗൂഗിൾ വന്ന കാരണം നമുക്ക് പുറത്ത് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടുന്നത്. പണ്ട് അറിവ് ബുക്കിലൂടെയാണ് കിട്ടുക. അപ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ബുക്കുകളും കളക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ബുക്കുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന മൊബൈലുകൾ 2000 തൊട്ടുള്ള മൊബൈലുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിലുപരി നമ്മളെല്ലാവരും കല്യാണത്തിന് പോയി കഴിയുമ്പോൾ നമുക്ക് താങ്ക്സ് കാർഡ് തരാറുണ്ട്. 2000 തൊട്ടുള്ള താങ്ക്സ് കാർഡുകൾ, ഞാൻ പോയിരുന്ന കല്യാണത്തിന് കിട്ടുന്ന താങ്ക്സ് കാർഡുകൾ ഞാൻ എടുത്ത് കൊണ്ടുവയ്ക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരു ആൽബം തന്നെ മേടിച്ച് അതിൽ സെറ്റ് ചെയ്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ മുറികളിലെ ഷെൽഫിൽ ഇവയെല്ലാം ആൽബങ്ങളാക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. 1985 മുതലാണ് ഡയറി എഴുത്തിനോട് ഉത്തമന് പ്രിയം തോന്നുന്നത്. പെരിഞ്ഞനം സെൻറ്ററിലുള്ള സ്വന്തം കടയിലിരുന്ന ഒഴിവ് സമയങ്ങളിലായിരുന്നു എഴുത്ത്. പിതാവായ കൊച്ചാണ്ടിയെ സഹായിക്കാനായിരുന്നു ആദ്യകാലത്ത് കടയിലെത്തിയിരുന്നത്. ആധ്യാത്മിക പുസ്തകങ്ങൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ വാശിയോടെ വായിച്ചു തീർത്തിരുന്ന സമയം കൂടിയായിരുന്നു അത്. ഡയറി എഴുത്ത് ഹരമായതോടെ അതത് ദിവസം കടയിൽ വരുന്നവരുടെയും പരിചയപ്പെടുന്നവരുടെയും മറ്റും വിശേഷങ്ങളും ഉത്തമൻ ഡയറിയിലാക്കാൻ തുടങ്ങി. ബിസിനസ്സുകാരനാണെങ്കിലും ഞാൻ പീഡിയയിലിരുന്ന് അധികം കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാറും. നമുക്ക് എപ്പോഴും ബിസിനസ് ആണെങ്കിലും ചില നേരത്തൊക്കെ ഉച്ചനേരത്തൊക്കെ നമുക്ക് കുറച്ച് ഇത് കിട്ടും. അപ്പം ഞാൻ പഴയ ബുക്കുകൾ വായിക്കാനും അവിടെ കൊണ്ടുവന്ന് വയ്ക്കും. വീട്ടിൽ നിന്ന് കുറച്ച് ബുക്കുകൾ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കും. അതിൽ നിന്ന് വായിക്കും, അത് നോട്ട്സായിട്ടൊക്കെ എഴുതി എടുത്ത് വയ്ക്കും. വീണ്ടും ഞാനത് ആവർത്തിച്ച് വായിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ കാല കഥകളും നമ്മളെ സ്വാതന്ത്ര്യ സമരം, അതിനു മുന്നേ BCയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ. അത് ഞാൻ ബുക്കിൽ നിന്നും ഞാൻ തന്നെ നോട്ട്സായിട്ടും എഴുതി വെച്ചതുകൊണ്ട് എൻ്റെ കയ്യിൽ. ഇപ്പം പിതാവിന്റെ മരണശേഷം കടയുടെ നടത്തിപ്പുകാരനായെങ്കിലും തിരക്കുകൾ ഡയറി എഴുത്തിന് തടസ്സമായില്ല. അന്നു മുതൽ എഴുതിയ ഡയറികളെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആയിരത്തി 1818 മുതലുള്ള നാണയങ്ങളാണ് മറ്റൊരു ശേഖരം. ഓട്ടക്കാലണയുൾപ്പെടെ ശേഖരത്തിലുണ്ട്. പങ്കെടുത്ത കല്യാണങ്ങളുടെ താങ്ക്സ് കാർഡുകൾ കളയാതെ അതും ആൽബത്തിനുള്ളിലാക്കിയിട്ടുണ്ട്. ജീവിതയാത്രക്കിടയിൽ വിട പറഞ്ഞ ബന്ധുക്കളും സുഹൃത്തുക്കളും പരിചയക്കാരും ഉത്തമന്റെ ശേഖരത്തെ വേറിട്ടതാക്കുന്നു. മരിച്ച ദിവസവും മറ്റു വിശദാംശങ്ങളുമെല്ലാം ഇവരുടെ ഫോട്ടോയ്ക്കൊപ്പമുണ്ട്.
നമ്മുടെ ജീവിതത്തിൽ നിന്ന് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകും, മരണപ്പെട്ടു പോകുമ്പോൾ അവരെ പിന്നീട് ഓർമ്മിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ്. ഇപ്പോൾ ക്യാമറകളും ഇതൊക്കെ ഉള്ള കാരണം നമുക്ക് അതിനൊരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ പഴയ കാലം തൊട്ട് അതിപ്പോൾ ഒരു 10 വർഷത്തോളം ആയിട്ടുള്ളൂ. മരിച്ചു പോയവരെ ഫോട്ടോകൾ നമ്മൾ ആൽബമായിട്ട് വയ്ക്കും. പല സന്ദർഭങ്ങളിലും നമ്മളത് എടുത്ത് നോക്കുമ്പോൾ ആ മരണപ്പെട്ട വർഷം പിന്നെ അവരും നമ്മളുമായിട്ടുള്ള ആ രസങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയാറുണ്ട്. അത് താങ്ക്സ് കാർഡിൽ കൂടെയും നമുക്ക് കിട്ടാറുണ്ട്. യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഉത്തമൻ ഇതുവരെ നടത്തിയ യാത്രകളിൽ പരിചയപ്പെട്ടവരുടെ ഫോട്ടോകളും സ്വന്തം ഫോട്ടോകൾക്കൊപ്പം ആൽബത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. നാട്ടിലെ ഒട്ടുമിക്ക കാര്യങ്ങളും ഉത്തമന്റെ ഡയറിയിൽ ഭദ്രമായുണ്ട്. കടയിലെ തിരക്കുകൾക്കിടയിലും പതിവ് തെറ്റാതെ പുതിയ വിശേഷങ്ങൾ ഡയറിയിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉത്തമൻ. MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി MIC ഇംഗ്ലീഷ് സ്കൂൾ എന്നും ഒരു ചുവട് മുൻപിൽ. കളിയും ചിരിയും പഠനവുമായി കുരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന LKG UKG ക്ലാസുകൾ. 1 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ, ഡിജിറ്റൽ ക്ലാസ് റൂം, സയൻസ് ലാബ്, ലൈബ്രറി, കമ്പ്യൂട്ടർ ലാബ്, പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ. MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം. ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കയ്പമംഗലം കൊപ്രക്കളം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കയ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം. റെഗുലർ കോഴ്സുകൾ: അഫ്സലുൽ ഉലുമ പ്രിലിമിനറി, SSLC കഴിഞ്ഞവർക്ക് 2 വർഷം. BA അഫ്സലുൽ ഉലുമ ഡിഗ്രി +2 പ്രിലിമിനറി കഴിഞ്ഞവർക്ക് 3 വർഷം. MA അറബിക്, BA അറബിക്, BA അഫ്സലുൽ ഉലുമ കഴിഞ്ഞവർക്ക് 2 വർഷം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. പഠനത്തോടൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും: ശരിയത്ത് കോഴ്സ്, ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ, ഉറുദു റെഗുലർ പഠനം, കേടെറ്റ്, സെറ്റ്, നെറ്റ്, PSC തുടങ്ങിയവയ്ക്കുള്ള കോച്ചിംഗ്. ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കയ്പമംഗലം കൊപ്രക്കളം. ആഘോഷവേളകളിൽ സ്വർണ്ണത്തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ ജ്വല്ലറി. അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന തൃപ്രയാറിലെ ഏക ജ്വല്ലറി മുഗൾ ജ്വല്ലറി. ഏറ്റവും പുതിയ മോഡലുകൾ, ഏറ്റവും കൂടുതൽ സ്റ്റോക്ക്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു. കേരള, കൽക്കട്ട, സിംഗപ്പൂർ, അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം. സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജ്വല്ലറി, NH17 റോഡ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ 3 പീടികയിൽ. മുഗൾ ജ്വല്ലറി, 3 പീടിക ആൻഡ് തൃപ്രയാർ.